ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കൊപ്പമുള്ള പെൺകുട്ടികളെ മർദ്ദിച്ചതിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ ഹിന്ദുത്വയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച തനിക്കെതിരെ എഫ്ഐആർ ഇടാൻ ധൈര്യമുണ്ടോ എന്ന ജ്യോതിയുടെ വെല്ലുവിളി. കേസെടുത്താൽ സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യം. മലയാള മാധ്യമങ്ങൾ ഛത്തീസ്ഗഡിനെ അപമാനിച്ചെന്നും ജ്യോതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. जो हिंदुत्व का कार्य किया है उसके लिए अगर छत्तीसगढ़ सरकार, भाजपा सरकार एफआईआर करती है तो इसके लिए तो डूब मरने वाली बात होनी चाहिए. बस केरल न्यूज को बाइट दूंगी ही नहीं, क्योंकि हमारे छत्तीसगढ़ का बहुत बदनामी की है. वहाँ के जितने न्यूज वाले आए थे ना, हमारे छत्तीसगढ़ को बहुत बुरा बोले हैं, बहुत बुरा बोले हैं. हमारे छत्तीसगढ़ के न्यूज वालों ने उनके लिए ऐसा कोई गलत नहीं दिखाया उसके बाद भी. तो इससे समझिए कि छत्तीसगढ़ वाले लोग कैसे हैं. उसको हम लोग इंसानों का कभी अपमान नहीं करते. ശരത്ലാലുടെ വിശദാംശങ്ങളുമായി. ശരത്ത്, തീർത്തും മനുഷ്യത്വ രഹിതമായി പ്രവർത്തിച്ച് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി കുടുക്കിയിട്ടാണ് ഈ 9 ദിവസം കന്യാസ്ത്രീകളെ അവിടെ തുറുങ്കിലടയ്ക്കാൻ സാധിച്ചത്. അത് ഹിന്ദുത്വയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച തനിക്കെതിരെ എഫ്ഐആർ ഇടാൻ ധൈര്യമുണ്ടോ എന്ന് ഇപ്പോഴും ജ്യോതി വെല്ലുവിളിക്കുകയാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? മലയാള മാധ്യമങ്ങളെയും വലിയ രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതൊക്കെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉറപ്പിലാണെന്നുള്ളത് അവരിപ്പോഴും തിരിച്ചറിയുന്നില്ല എന്ന് തന്നെയല്ലേ? മാത്രമല്ല, ഒരു BJP ഭരിക്കുന്ന ഗവൺമെന്റ്, ഒരു കേന്ദ്ര സർക്കാർ ഉള്ളതിൻ്റെ ഒരു അഹങ്കാരം അതുകൂടിയല്ലേ ആ വാക്കുകളിലുള്ളത്? സംഗീത, ഇത് സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഒരു ചെറിയൊരു സംഭവത്തെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് ഇപ്പോൾ ജ്യോതി ശർമ്മ ചെയ്തിരിക്കുന്നത്. മലയാളി മാധ്യമങ്ങളാണ് തങ്ങളെ ഗുണ്ടകൾ എന്ന് വിളിച്ചത്. തങ്ങളെ പെൺകുട്ടികളെ, അതായത് സംസ്ഥാനത്ത് നിന്ന് എന്ത് പേരിൽ കടത്തിയാലും അതിനെ തടയിടാനുള്ള തങ്ങളുടെ ശ്രമത്തെയാണ് ഇവർ ഇങ്ങനെ ഗുണ്ടകൾ എന്ന് മലയാളി മാധ്യമങ്ങൾ വിളിച്ചത് എന്നതാണ് അവരിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വളരെ വലിയൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ അവരെത്തിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം തനിക്കെതിരെ ഏതൊരു നടപടിയും ഈ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികളെ പുറത്തു കൊണ്ടുപോകുന്ന, അതായത് അന്യായമായി ചൂഷണം ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ അനുകൂലമായ നടപടിയാണ് ഇത്. ഈ കാര്യത്തിൽ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ പാതയിലാണ് എന്ന് വരെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും മലയാള മാധ്യമങ്ങളാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. മലയാളി മാധ്യമങ്ങൾ തങ്ങളെ ഗുണ്ടകളായി എന്ന് വിളിക്കുന്നു. മലയാളി മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖവും നൽകില്ല എന്ന അത്ര രൂക്ഷമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. ഛത്തീസ്ഗഡ് വാർത്താ മാധ്യമങ്ങളെ പോലും മലയാളി മാധ്യമങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അധിക്ഷേപിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും സംഗീത, വളരെ വലിയൊരു ആ രീതിയിലുള്ള രീതിയിലേക്കാണ് ജ്യോതി ശർമ്മ പോകുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ വന്ന് മലയാളി മാധ്യമങ്ങൾ ഇവിടെ വരികയും 8 ദിവസത്തോട് ഇവിടെ താമസിക്കുകയും ആതിഥ്യം നടക്കുകയും അവരെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ട് ഛത്തീസ്ഗഡിനെ അപമാനിച്ചു എന്ന രീതിയിലാണ് അവർ വ്യക്തമാക്കി. അവർ വളരെ കൃത്യമായി പറയുന്നുമുണ്ട്. ഏതായാലും തനിക്കെതിരെ നടപടിയെടുത്താൽ അത് BJP സർക്കാർ, ഛത്തീസ്ഗഡിലെ BJP സർക്കാർ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന തുല്യമായിരിക്കും. ഛത്തീസ്ഗഡ് BJPയുടെ നടപടി ഇപ്പോൾ BJPക്ക് മാത്രമല്ല ദേശത്ത് മുഴുവൻ ഹിന്ദു സമാജത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഹിന്ദുക്കളെ സഹായിക്കാൻ ഒരു പാർട്ടിയുമില്ല. കേരളത്തിലെ BJP അത് ആ കാര്യം ഓർക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും മലയാള മാധ്യമങ്ങളോട് ഒന്നും സംസാരിക്കാൻ തയ്യാറില്ല. താനിനി സംസാരിക്കുക ഛത്തീസ്ഗഡ് മാധ്യമങ്ങളോട് മാത്രമായിരിക്കും എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും വളരെ വലിയ ഒരു തരത്തിലേക്ക് ഈ വിഷയം മാറ്റിയിരിക്കുകയാണ് അവർ. ഇവിടെ ഛത്തീസ്ഗഡിനെ മലയാള മാധ്യമങ്ങൾ അപമാനിച്ചു എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് ഉടനീളം നടക്കുന്നത്. അത് വളരെ വംശീയ തരത്തിലുള്ള ഒരു അധിക്ഷേപ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാള മാധ്യമങ്ങൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മലയാള മാധ്യമങ്ങൾ ആക്രമിക്കപ്പെടുന്നൊരവസ്ഥ പോലും ഉണ്ടായിരുന്നു. ഇതുകൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ മലയാള മാധ്യമ പ്രവർത്തനം ഈ ഛത്തീസ്ഗഡിലും റായ്പൂരിലും ദുർഗിലും വളരെയധികം ഭീഷണി നേരിടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സംഗീത, ശരി ശരത്, കാര്യങ്ങളെല്ലാം വ്യക്തമാണ്.